കണ്ണൂർ ചാലയിൽ നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിൽ വാഹന അപകടം. നിരോധിത മേഖലയിലൂടെ വന്ന കാറ് രണ്ട് തൂണുകൾക്കിടയിൽ കുടുങ്ങി. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിരോധിത മേഖലയിലൂടെയാണ് ഈ കാറ് വരുന്നത്. ദേശീയപാതയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഫെലിക്സ് വിവരങ്ങളുമായിട്ടുണ്ട്. ഫെലിക്സ്, ദൃശ്യങ്ങൾ തന്നെ പേടിപ്പെടുത്തുന്ന ദൃശ്യമാണ്. ഇതിനുള്ളിൽ ആളുണ്ടാകില്ല, ഇതെന്താണ് സംഭവിച്ചത്? കോഴിക്കോട് ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്കാണ് ഈ കാർ വന്നിരുന്നത്. അങ്ങനെ ഈ ചാല ഭാഗത്ത് ദേശീയപാത നിർമ്മാണം പൂർത്തിയായ സ്ഥലത്ത് വാഹനങ്ങളെ കടത്തിവിടുന്നുണ്ട്. അതിനുശേഷം നിരോധിത മേഖലയാണ്. പക്ഷേ ഈ കാറ് ഡ്രൈവർ ഈ വാഹനം നിരോധിത മേഖലയിലൂടെ, അതായത് നിർമ്മാണത്തിലിരിക്കുന്ന മേഖലയിലൂടെ ഓടിച്ചുകൊണ്ടുവന്ന് അവിടെ ഒരു പാലവും റോഡും തമ്മിൽ ചേരുന്ന സ്ഥലത്തേക്ക് വന്ന് വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ കാറ് താഴേക്ക് വീണു. പക്ഷേ ഈ രണ്ട് ഭിത്തികൾ ചേരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആ ഭിത്തികൾക്കിടയിൽ ഈ കാർ കുടുങ്ങിക്കിടക്കുകയാണ് ഉണ്ടായത്. അത്ഭുതകരമായി ആ ഡ്രൈവർ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് ഈ ഡ്രൈവറെ ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് രക്ഷപ്പെടുത്തിയത്. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്ന സംശയം പോലീസ് പങ്കുവെക്കുന്നുണ്ട്. കാരണം നിരോധിത മേഖലയാണ്, ആ വഴിയിലൂടെ വാഹനങ്ങളെ കടത്തിവിടുന്നതല്ല. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ ഡ്രൈവർ ഈ പറയുന്ന ഈ നിർമ്മാണം നടക്കുന്ന മേഖല വെച്ച് കയറി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയ കാരണത്ത് നിന്ന്? താഴെ ഏണി വെച്ച് ഏണിയിലേക്ക് ഇയാളെ എത്തിച്ച് അതിനുശേഷം മുകളിലേക്ക് കയറി ഇയാളെ പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഫയർഫോഴ്സ് അടക്കം അവിടെ എത്തി. പോലീസും എടക്കാട് പോലീസും ഫയർഫോഴ്സും അവിടെ എത്തി. അങ്ങനെയാണ് ഈ ഡ്രൈവറെ ഈ കാറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് മുകളിലേക്ക് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയത്. ഏതായാലും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. കാരണം കുത്തനെ നിലത്തേക്ക് പതിക്കുന്ന രീതിയിലാണ് ആ വാഹനം ഉള്ളത്. പക്ഷേ രണ്ട് ഭിത്തികൾ ഉള്ളത് കൊണ്ട് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ ഡ്രൈവറെ പുറത്തേക്കെടുത്ത് രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും ആശ്വാസം. ഇല്ലാതെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. നമ്മൾ അത്ഭുതകരം എന്നൊക്കെ പറയുന്ന അക്ഷരാർത്ഥത്തിൽ അത് അത്ഭുതകരം തന്നെയാണ്. ദൃശ്യം കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. നിരോധിത മേഖലയിലൂടെയാണ് വാഹനം കടന്നു വന്നതെങ്കിലും ആ രണ്ട് തൂണുകൾക്കിടയിൽ കുരുങ്ങി നിന്നു. ഡ്രൈവറെ മറ്റു പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഒപ്പം തന്നെ കാറും ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയെടുത്തിട്ടുണ്ട്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ.